Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ M.Com ഇന്റർനാഷണൽ ബിസിനസ് എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇതിൽ വരുന്ന നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് മോഡ്സ് ഓഫ് എൻട്രി. ഇമ്പോർട്ടന്റ് ആണ്, വിട്ടിട്ട് വരുന്നതൊക്കെ കറക്റ്റ് പഠിച്ചിട്ട് പോകുക. ഓക്കെ, സോ മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണൽ ബിസിനസ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വഴിയിലൂടെയാണ് നമ്മൾ ആ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഈ മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾക്ക് രണ്ട് വഴിയുണ്ട്, പോകുന്ന സമയത്ത് അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അതിൽ ഏത് മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യണത് എന്ന് നമ്മൾ നോക്കില്ലേ, ദാറ്റ് ഈസ് കോൾഡ് മോഡ്സ് ഓഫ് എൻട്രി. സോ റീസൺസ് ടു എൻറ്റർ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. എന്തുകൊണ്ടാണ് നമ്മളൊരു ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് വരുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ഒന്ന് വന്നിട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അല്ലെ. നമ്മളുടെ ഇന്ത്യയിൽ മാത്രമുള്ള പ്രൊഡക്റ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതിയോ? മറ്റുള്ള രാജ്യങ്ങളിലുള്ള പ്രൊഡക്റ്റ് എന്താന്നുള്ളത് നമ്മൾ കാണണ്ടേ. അതേപോലെ തന്നെ ഇവിടെ മാത്രം നമ്മൾ ചെയ്യേണ്ടതല്ലോ, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും വേണം. ഒന്ന് വന്നിട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദെൻ സെക്യൂർ റിസോഴ്സസ് കിട്ടും നമ്മൾക്ക്. ദെൻ എക്കോണമി ഓഫ് ദ സ്കെയിൽ, നമ്മുടെ വേൾഡ് വൈഡ് മൊത്തം നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നുള്ളതാണ് റീസൺസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എൻട്രി മോഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ എൻട്രി മോഡ് സെലക്ഷനിൽ നമ്മൾക്ക് മൊത്തം 3 എണ്ണമാണ് വരുന്നത്. ട്രേഡ് റിലേറ്റഡ് മോഡ്, കോൺട്രാക്ച്വൽ മോഡ്, ഇൻവെസ്റ്റ്മെന്റ് മോഡ് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇതിൽ നമ്മളുടെ ട്രേഡ് റിലേറ്റഡ് മോഡിൽ നമുക്ക് വരുന്നതാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ഇതിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ നമ്മൾക്ക് പറയുന്നത് കൗണ്ടർ ട്രേഡ്, ബാർട്ടർ, കൗണ്ടർ പർച്ചേസ്, ഓഫ്സെറ്റ്, ബൈബാക്ക്. ദെൻ കോൺട്രാക്ച്വൽ മോഡിൽ ലീസിംഗ്, ലൈസൻസിംഗ്, ഫ്രാഞ്ചൈസിംഗ്, ടേൺ കീ പ്രൊജക്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് മോഡിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും ആണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് ഇതിലെ ആദ്യത്തെ മോഡ് നോക്കാം. ആദ്യത്തെ മോഡ് നമ്മളുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മോഡിൽ വരുന്നതാണ്. നമ്മളുടെ ആദ്യം നമ്മളുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മോഡ് എന്താന്നുള്ളത് നോക്കിയിട്ട് എന്നിട്ട് നമ്മൾക്ക് അതിൽ വരുന്ന കൺസെപ്റ്റ് നോക്കാം. ഓക്കെ, ആദ്യം വരുന്നത് നമ്മളുടെ ട്രേഡ് റിലേറ്റഡ് എൻട്രി മോഡായിട്ടുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും. സോ എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണെന്ന് അറിയാം അല്ലെ. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ട് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും പറയുന്നുണ്ട്. അതിൽ ഡയറക്റ്റ് എക്സ്പോർട്ടിൽ ടൈപ്സ് ഓഫ് എക്സ്പോർട്ട്സ് പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് എക്സ്പോർട്ടിലാണ് ഡയറക്റ്റ് എക്സ്പോർട്ട് പറയുന്നത്. ആ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റ് എക്സ്പോർട്ട് എൻട്രി മോഡ് ആർ ദാറ്റ് ദർ ആർ നോ ഇന്റർമീഡിയേറ്ററീസ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഇന്റർമീഡിയേറ്ററീസും വരില്ല. അതെന്ന് പറയുന്നത് ഒരു മെയിൻ അഡ്വാൻറ്റേജും ആണ്, ഒരു മെയിൻ ഫീച്ചേഴ്സും ആണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പോർട്ടിൽ. ഓക്കെ, സോ ഈ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് വന്നിട്ട് സെയിൽസിന്റെ റെപ്രസെന്റീവ് ആകാൻ പറ്റും. അതായത് നമ്മൾ തന്നെ ഏറ്റെടുക്കുക, നമ്മൾ തന്നെ റെപ്രസെന്റിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുക. അല്ലാതെ കുറെ ഇന്റർമീഡിയേറ്ററീസിനെ അതുകൊണ്ട് കുത്തിക്കയറ്റി അവർക്കും പൈസ കൊടുത്ത് നമ്മൾക്ക് പൈസ കിട്ടാതെ ആവാനുള്ള ഒരു ചാൻസ് ഇതിലില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്, സെയിൽസ് റെപ്രസെന്റേറ്റീവ്. ദെൻ ഇമ്പോർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇമ്പോർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ദ പ്രോഡക്റ്റ് ഇൻ ദയർ ഓൺ റൈറ്റ് ആൻഡ് റീസെൽ ഇറ്റ് ദയർ ലോക്കൽ മാർക്കറ്റ്. അതായത് ലോക്കൽ മാർക്കറ്റിൽ വന്നിട്ട് ഹോൾസെയിലേഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളുടെ സ്വന്തം പൈസയിൽ തന്നെ നമ്മൾ മേടിച്ചിട്ട് അതിനെ തന്നെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഹോൾസെയിൽ ഓർ റീറ്റെയിൽ രണ്ടും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇമ്പോർട്ടിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്പോർട്ടിംഗ് ത്രൂ ഡൊമസ്റ്റിക്കലി ബേസ്ഡ് എക്സ്പോർട്ട് ഇന്റർമീഡിയേറ്റ്സ്. അതായത് ഡൊമസ്റ്റിക്കലി ഉള്ള ഒരു എക്സ്പോർട്ടിംഗ് ഇന്റർമീഡിയേറ്ററീസിലൂടെ നമ്മൾ ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ എക്സ്പോർട്ട് ട്രേഡിംഗ് കമ്പനീസ് ആണ്. എക്സ്പോർട്ട് ട്രേഡിംഗ് കമ്പനീസിലൂടെ നമ്മൾ ഡയറക്ട്ലി ചെയ്യുക. ദെൻ എക്സ്പോർട്ട് മാനേജ്മെന്റ് കമ്പനീസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഈ ഡയറക്റ്റ് എക്സ്പോർട്സിൽ വരുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇതിന്റെ അടുത്ത് നമുക്ക് വരുന്നതാണ് എക്സ്പോർട്ട് മെർച്ചന്റ്സും കൺഫോമിംഗ് ഹൗസസ്, നോൺ കൺഫോമിംഗ് പർച്ചേസ് ഏജൻസ് എന്നുള്ളതൊക്കെ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്താന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഈ പോയിന്റ്സ് മാത്രം നോക്കിയാലും ഓക്കെ. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പോർട്ടിംഗ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് അവോയ്ഡ് ദ ഓഫൻ സബ്സ്റ്റാൻഷ്യൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻ ഇൻ ദ ഹോസ്റ്റ് കൺട്രി. അതായത് ഹോസ്റ്റ് കൺട്രിയിലുള്ള അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ എക്സ്പോർട്ട് കൊണ്ട് പറ്റും. ദെൻ അതേപോലെ തന്നെ എക്സ്പോർട്ടിംഗ് മേ ബി ഹെൽപ്പ് എ ഫേം ഗെയിൻ എക്സ്പീരിയൻസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡിംഗ്. ഇന്റർനാഷണൽ ട്രേഡിംഗിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ആവാനും ഒരു ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതിന് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ഫേംസിന് വന്നിട്ട് ഹോം ബേസ് മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ്. അതായത് ഹോം ബേസിസിൽ വന്നിട്ട് നമുക്ക് എല്ലാ ലോ കോസ്റ്റിൽ കിട്ടണമെന്നില്ല. സോ എല്ലാം നമുക്ക് അപ്രോപ്രിയേറ്റ് ആവണം എന്നില്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്, ടാരിഫ് ബാരിയേഴ്സ് ഉണ്ട്. ദെൻ ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസ് കാരണം കുറെ വരുന്ന പ്രശ്നങ്ങളും ഡിവിഡൻഡ് ലോയലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും വരുന്നത്. ദെൻ
നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും, അതായത് നമ്മുടെ ട്രേഡ് റിലേറ്റഡ് മോഡിൽ വരുന്ന ഓരോ കൺസെപ്റ്റാണ് നമ്മൾ ഇതിന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്നതാണ് കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത്. സോ കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത് ഇസ് ദ ഫോം ഓഫ് ട്രേഡ് ഇൻ വിച്ച് എ സെല്ലർ ആൻഡ് ബയർ ഫ്രം ഡിഫറെന്റ് countries exchange goods within little or no cash equivalents changing hands. It can be classified into 4 types എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഈ കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ബയറും സെല്ലറും വന്നിട്ട് രണ്ട് രാജ്യങ്ങളിലുള്ള ബയറും സെല്ലർ വന്നിട്ട് ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണതാണ്. ഒന്നില്ലെങ്കിൽ കുറച്ച് പൈസയോ അല്ലെങ്കിൽ നോ ക്യാഷ് ഇക്വലൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യണതിനെയാണ് ഈ കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നാലെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. കൗണ്ടർ ട്രേഡിൽ വരുന്നതാണ് നമ്മളുടെ ബാർട്ടറും കൗണ്ടർ പർച്ചേസും ഓഫ്സെറ്റും ബൈബാക്ക്. ഇത് നാലാണ് നമ്മുടെ കൗണ്ടർ ട്രേഡ് എന്നുള്ളതിന് വരുന്നതാണ്. ഓക്കെ, സോ ഇതിൽ ബാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് പാർട്ടീസ് വന്നിട്ട് വിത്തൗട്ട് ക്യാഷ് വന്നിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആണ് ഇത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കൗണ്ടർ പർച്ചേസ് ആണ്. കൗണ്ടർ പർച്ചേസ് എന്ന് പറയുന്നത് എ കൗണ്ടർ പർച്ചേസ് ഇസ് ദ റെസിപ്രോക്കൽ ബൈയിങ് എഗ്രിമെന്റ് വെയർ ബൈ വൺ ഫോം സെൽ ഇറ്റ്സ് പ്രൊഡക്റ്റ് ടു അനദർ at one point in time in the form of the other product at same future time. അതായത് ഏത് ടൈമിലാണോ അവർ വന്നിട്ട് ആ പ്രൊഡക്റ്റ് വന്നിട്ട് സെല് ചെയ്യണത്, ഫ്യൂച്ചറിൽ വന്നിട്ട് അതേ ടൈമിൽ വന്നിട്ട് ആ ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് കൗണ്ടർ പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് വൺ പാർട്ടി അഗ്രി ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ സ്പെസിഫൈഡ് പെർസെന്റേജ് ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഫ്രം ആൻ ഒറിജിനൽ സെയിൽ. അതായത് ഒറിജിനൽ സെയിലിൽ നിന്ന് ഒരു സ്പെസിഫൈഡ് പെർസെന്റേജ് വന്നിട്ട് അഗ്രി ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, വൺ പാർട്ടി അഗ്രി ടു പർച്ചേസ് ചെയ്യാനായിട്ട്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് പെർസെന്റേജ് അയാളുടെ ഒറിജിനൽ സെയിലിൽ നിന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബൈബാക്ക് ആണ്. ബൈബാക്ക് എന്ന് പറയുന്നത് വെൻ എ ഫേം പ്രൊവൈഡ് ദ ലോക്കൽ കമ്പനി വിത്ത് ഇൻപുട്സ് ഫോർ മാനുഫാക്ചറിംഗ് പ്രോഡക്ട്സ് ദെൻ ഇറ്റ് ടു ബി സോൾഡ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് അത് സോൾഡ് ചെയ്യും ആൻഡ് ദ അഗ്രി to take the certain percentage വന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് വന്നിട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലോക്കൽ ഫേം ആസ് ദ പാർഷ്യൽ പേയ്മെന്റ്. അതായത് ബൈബാക്ക് എന്ന് പറയുന്നത് ഒരു ഫേം വന്നിട്ട് ലോക്കൽ കമ്പനിയിൽ വന്നിട്ട് ഇൻപുട്ട്, അതായത് മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ ആ മാനുഫാക്ചറിങ് ചെയ്തതിന് ശേഷം ആ സോൾഡ് ചെയ്ത കാര്യം, അതായത് സോൾഡ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സെർട്ടൻ പെർസെന്റേജിൽ വന്നിട്ട് അവരുടെ ലോക്കൽ മാർക്കറ്റിൽ വന്നിട്ട് സെയിൽ ചെയ്യാനും അതേപോലെ തന്നെ ഫേം പാർഷ്യൽ പേയ്മെന്റ് നടത്താനും ചെയ്യുന്നതിനെയാണ് ബൈ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തേതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രാക്ച്വൽ എൻട്രി മോഡ് എന്ന് പറയുന്നത്. കോൺട്രാക്ച്വൽ എൻട്രി മോഡിൽ നമ്മൾക്ക് പറയുന്നതാണ് കോൺട്രാക്ച്വൽ ഓർ ട്രാൻസ്ഫർ റിലേറ്റഡ് എൻട്രി എന്ന് കൂടി നമ്മൾ ഇതിന് പറയുന്നുണ്ട്. ദോസ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, അതായത് ഓണർഷിപ്പോ അതേപോലെ തന്നെ ഒരു സ്പെസിഫൈഡ് പ്രോപ്പർട്ടിയുടെ വന്നിട്ട് ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോൺട്രാക്ച്വൽ മോഡ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളുടെ പേറ്റന്റ്, ട്രേഡ് മാർക്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോൺട്രാക്ച്വൽ എൻട്രി എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾക്ക് വരുന്നതാണ് ഇന്റർനാഷണൽ ലീസിംഗ്, ഇന്റർനാഷണൽ ലൈസൻസിംഗ്, ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിംഗ്, ടേൺ കീ പ്രൊജക്ട്, കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ആൻഡ് മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടു പാർട്ടീസ് ദ ലെസ്സർ ആൻഡ് ദ ലെസ്സി, അതായത് ഇതെന്ന് പറയുന്നത് ഒരു റെന്റൽ കോൺട്രാക്ട് ആണ്. ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ഈ ലൈസൻസിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് എന്താ ചെയ്യുക, എക്യുപ്മെന്റ് ഇസ് നോട്ട് ഓൺഡ് ബൈ ദ ലെസ്സി ബട്ട് ക്യാൻ ബി യൂസ്ഡ്, അതായത് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലെസ്സിക്കുള്ളതല്ല, പക്ഷെ അത് യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രം കിട്ടുന്നതാണ് ഈ ലൈസൻസിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ലീസ് അറൈസസ് ലാർജ്ലി ബിക്കോസ് ഡെവലപ്പിംഗ് കൺട്രി മാനുഫാക്ചേഴ്സും ഡു നോട്ട് ഹാവ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓർ ലോക്ക് ഫോറിൻ എക്സ്ചേഞ്ചസ് ടു പേ ദെയർ എക്യുപ്മെന്റ്, അതായത് ലാക്കായിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സോ എക്സ്പെൻസസോ വരുന്ന സമയത്ത് അത് പേ ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഏറ്റെടുക്കുന്നതാണ് ഈ ലീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ എന്ന് പറയുന്നതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് കൂടിയാണ്. ഓക്കെ, ഇതാണ് ഇന്റർനാഷണൽ ലീസിംഗ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇന്റർനാഷണൽ ലൈസൻസിംഗ് ആണ്. ഇന്റർനാഷണൽ ലൈസൻസിംഗ് എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ട് നമ്മൾക്ക് വരുന്നതാണ് ലൈസൻസിംഗ് ഈസ് എ ഫേം കോൾഡ് ലൈസൻസർ ആൻഡ് ലൈസൻസി എന്നുള്ളതാണ്. ദ റൈറ്റ് ടു യൂസ് ഇറ്റ്സ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് ഈ ലൈസൻസിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് ടെക്നോളജിയോ വർക്ക് മെത്തേഡോ പേറ്റന്റ്, കോപ്പിറൈറ്റ്, ബ്രാൻഡ് നെയിംസോ ട്രേഡ് മാർക്സ് എന്നുള്ള എന്തൊക്കെ കാര്യങ്ങളോ നമ്മൾ യൂസ് ചെയ്യാനുള്ള ആ റൈറ്റ് കിട്ടുന്നതിനെയാണ് ലൈസൻസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈസൻസിംഗ് അലോസ് ദ ലൈസൻസി ടു produce and market a product similar to the one the licensor has already been producing
in its home country without requiring the licensor to actually create a new operation abroad എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ലൈസൻസിംഗ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ പെർമിഷൻ ആണ് ഓർ പെർമിറ്റ് ആണ് ടു യൂസ് ഓർ ഓൺ സംതിങ്. അതേപോലെ തന്നെ ഇറ്റ് ഇസ് ആൻ എതറൈസേഷൻ ടു യൂസ് ദ ലൈസൻസ് മെറ്റീരിയൽ എന്നുള്ളത് കൂടിയാണ് ഇന്റർനാഷണൽ ലൈസൻസിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഇന്റർനാഷണൽ ലൈസൻസിംഗ് നമ്മൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് എക്സ്ക്ലൂസീവ്, ദെൻ നോൺ എക്സ്ക്ലൂസീവ്, ദെൻ ക്രോസ് ലൈസൻസിങ് ആണ്. എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് എ റൈറ്റ് ടു പ്രൊഡ്യൂസ് ഓർ മാർക്കറ്റ് ദ പ്രോഡക്റ്റ് യൂസിംഗ് ദ സ്പെസിഫിക് ടെക്നോളജി എന്നുള്ളതാണ്. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ജിയോഗ്രഫിക് റീജിയനിൽ മാത്രമാണ് അതിൻ്റെതായിട്ടുള്ളത് കിട്ടുന്നത്. ദെൻ നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് റൈറ്റ് ഹാവ് ടു ബി ഷെയർഡ് വിത്ത് അതർ ഫോംസ് ഇൻ ദ സെയിം റീജിയനിൽ തന്നെ, ഇതും സെയിം റീജിയനിൽ മാത്രമായിരിക്കണം. ദെൻ ക്രോസ് ലൈസൻസിങ് ആണ്. ക്രോസ് ലൈസൻസിങ് എന്ന് പറയുന്നത് ഒരു റെസിപ്രോക്കൽ എഗ്രിമെന്റ് ആണ് വിച്ച് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അതായത് ഇതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ട് പേഴ്സൺസ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ ബോത്ത് പാർട്ടീസ് ആർ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ ലൈസൻസറും ലൈസൻസിയും ആകും. ഇതാണ് 3 ടൈപ്സ് വരുന്നത്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലോ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ ലോ കോസ്റ്റ് ആണ്, ടാരിഫ് നോൺ ടാരിഫ് കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോക്കൽ മാർക്കറ്റ് ലൈസൻസിങ്ങിനെ കുറിച്ച് ഒരു നോളേജ് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഏബിൾ ടു അപ്ഗ്രേഡ് ദ ടെക്നിക്കൽ കപ്പാസിറ്റി നമ്മൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ദെൻ പൊളിറ്റിക്കൽ റിസ്ക് വന്നിട്ട് നമ്മൾക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാലോ, നമ്മളുടെ മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റേ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ലൈസൻസിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ആണ്, ബിക്കോസ് ഇത് ആൾറെഡി ഒരാളുടെ ആണ്, അത് നമുക്ക് അതിന്റെ റൈറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് ഡിപ്പെൻഡൻസ് ആണ്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്സ് വന്നിട്ട് ഇതിൽ വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചർ കോമ്പറ്റീറ്റേഴ്സിന് വന്നിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് കൂടി ഒരു പോസിബിലിറ്റി മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് വന്നിട്ട് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് കുറവാണ്, ലോസ് ഓഫ് ക്വാളിറ്റി ഓഫ് കൺട്രോൾ ആണ് ഇതിനുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസിംഗ് ഇസ് ഓഫൻ ദ ആൻസർ ടു അച്ചീവ് ഹൈ ഗ്രോത്ത് വിത്ത് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഹൈ ഗ്രോത്ത് വിത്ത് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത്. ഫോർ ദോസ് ഹു ഹാവ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ് വിച്ച് നീഡ്സ് ടു വൈഡർ റീച്ച് എന്നുള്ളത് കൂടിയാണ്. അതേപോലെ തന്നെ ഇറ്റ് ഇസ് ദ വൺ ഓഫ് ദ ബിസിനസ് മോഡൽ ദാറ്റ് പ്രൊവൈഡ് വിൻ വിൻ situation to all stakeholders that should not come as the surprise when you look at the 12 most recognized food restaurants എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ ഈ ലൈസൻസിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റം ഇൻ വിച്ച് സെമി ടു എ പാരന്റ് കമ്പനി, അതായത് ഫ്രാഞ്ചൈസർ, ഇത് കൊടുക്കുന്ന ആളാരാണ്? ഫ്രാഞ്ചൈസി വന്നിട്ട് ഫ്രാഞ്ചൈസറിന് വന്നിട്ട് എന്താണ് ഈ റോയൽറ്റീസും ഫീസും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഇൻ റിട്ടേൺ ഫോർ ദ റൈറ്റ് ടു ബിക്കം ഐഡന്റിഫൈഡ് വിത്ത് ഇറ്റ്സ് ട്രേഡ് മാർക്ക്, ആ ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അതിലൂടെ അറിയപ്പെടണം എന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫീസോ കാര്യങ്ങളോ നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ്? to sell its product or services and often to use its business format and system. അതായത് നമ്മൾ ഇതിൽ വന്നിട്ട് നമ്മുടെ ഫീസ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ഫ്രാഞ്ചൈസർക്ക് ഒരു ഫീസോ അല്ലെങ്കിൽ ഒരു റോയൽറ്റീസോ കൊടുത്തിട്ട് ആ റൈറ്റ് ഏറ്റെടുത്തിട്ട് ആ പ്രൊഡക്റ്റ് വന്നിട്ട് സെല് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് കിട്ടുന്നതിനെയാണ് ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ലൈസൻസിംഗ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഫ്രാഞ്ചൈസിംഗിൽ വന്നിട്ട് ടോട്ടൽ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണത്. അതേപോലെ തന്നെ ലൈസൻസിംഗിൽ വന്നിട്ട് ലെസ് കൺട്രോൾ ആണ് ലൈസൻസറിന് ഉണ്ടാവുള്ളൂ. പക്ഷെ ഫ്രാഞ്ചൈസിംഗിൽ വന്നിട്ട് ഗ്രേറ്റർ കൺട്രോൾ ഇവിടെ ഉണ്ടാകും. ഇവിടെ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കോമൺ ആണ്, പക്ഷെ ഇവിടെ വന്നിട്ട് സർവീസ് ഇൻഡസ്ട്രീസ് ആണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് ആലിൻ, സോളി, സാംസങ്, ആപ്പിൾ എക്സെട്ര ഇതൊക്കെ വന്നിട്ട് ലൈസൻസിങ്ങിന് വന്നിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് KFC, ദെൻ അതേപോലെ തന്നെ പിസ്സ എന്നുള്ളതൊക്കെയാണ് ഫ്രാഞ്ചൈസിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ റിസ്ക് കുറവാണ്, കോസ്റ്റ് കുറവാണ്, ദെൻ സൈമിൾട്ടേനിയസ് എക്സ്പാൻഷൻസ് നമുക്ക് അലോ ചെയ്യാൻ പറ്റും. ദെൻ വെൽ സെലക്ടഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന് കൂടെ ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുന്നത്. നമ്മളാണല്ലോ ടോട്ടൽ കൺട്രോൾ നമുക്കുള്ളത്. അപ്പൊ നമ്മൾ വന്നിട്ട് ആരോണെന്നുള്ളത് നമ്മൾ തന്നെ തെരഞ്ഞു പോയി ചെയ്യുന്നതാണ്. ഓക്കെ,
അതേപോലെ തന്നെ മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അലൗ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു യൂണിഫോം ആയിട്ടുള്ള സിസ്റ്റം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കോമൺ ബ്രാൻഡ് നമുക്ക് വേണ്ടിയിട്ടുണ്ടാകും. പിന്നെ ട്രെയിനിങ്ങും സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് കൂടിയാണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് കൺട്രോൾ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് ഫ്രാഞ്ചൈസിംഗിൽ. അതേപോലെ തന്നെ കോൺഫ്ലിക്ട്സ് വരാനുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഫ്രാഞ്ചൈസറിന് വന്നിട്ട് ആ ഒരു ഇമേജ് തന്നെ കറക്റ്റ് കൊണ്ടുപോകണം എന്നുള്ളത് കൂടി ഒരു പ്രശ്നമാണ്. ഇതിന് പറയുമ്പോൾ ഒരു മോണിറ്ററിങ് വേണം. മൊത്തം കൺട്രോളും ഒരാളുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തുങ്ങാണ്ട് ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ പറ്റില്ല. സോ അതിൻ്റെതായിട്ടുള്ളൊരു മോണിറ്ററിങ് വേണം. അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള നോളേജ് വേണം. കോമ്പറ്റീറ്റേഴ്സിനെ തമ്മിൽ എങ്ങനെയാണ് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്ത് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നോളേജ് വേണം. അതേപോലെ തന്നെ ഫ്രാഞ്ചൈസറിന് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ കട്ട് ഇമേജ് വേണം. എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതേപോലെ തന്നെ even if the franchisor cancel the agreement, few franchisee may run the business by making cosmetic changes കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ വന്നിട്ട് ഫ്രാഞ്ചൈസിംഗിൽ വളരെയധികം കൂടുതലാണ്. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് കൂടിയാണ് ഈ ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് നമ്മുടെ ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഇസ് റെഡി ഫോർ ഇമീഡിയറ്റ് യൂസ്, അതായത് ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാം എന്നുള്ളതിലുള്ളതാണ് ഈ ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ ദി സെയിൽസ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എനിത്തിങ്. പക്ഷെ റെഡിയാണ്, ഇപ്പം നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റു വല്ല കാര്യങ്ങളോ പ്രൊസീജിയറോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളല്ല, ഇറ്റ് ഇസ് റെഡി ടു യൂസ് എന്നുള്ളതാണ് ഈ ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത്. ടേൺ കീ പ്രൊജക്ട് നമ്മുടെ BOT is an ഇൻവെസ്റ്റ്മെന്റിന് കൂടി നമ്മളുടെ പറയുന്നുണ്ട്. ഓക്കെ, വിച്ച് എ ഫോറിൻ ഇൻവെസ്റ്റർ അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ എൻറ്റയർ ഓപ്പറേഷൻസിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ BOT എന്നുള്ളത് നമ്മളുടെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ടേൺ കീ പ്രൊജക്ട് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഔട്ട്സോഴ്സിംഗ് എൻറ്റയർ പാർട്ട് ഓഫ് ദ മാനുഫാക്ചറിങ്. അതായത് ഒരു എൻറ്റയർ മാനുഫാക്ചറിംഗിത്തെ ഒരു ഔട്ട്സോഴ്സിംഗിനെയാണ് നമ്മളുടെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. സോ ഇതിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ റിസോഴ്സസ് മിനിമൈസേഷൻ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫേംസിന് നമ്മുടെ റിസോഴ്സസ് നമുക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞു വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ലേണിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് കുറഞ്ഞു വരും. അതേപോലെ തന്നെ പബ്ലിക്സിന് വന്നിട്ട് ഒരു റിലേഷൻസ് കൊണ്ടുവരാൻ എന്നുള്ളത് കുറച്ച് പ്രോബ്ലം ആണ് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഇതിൽ വരുന്നതാണ് മാനേജ്മെന്റ് കോൺട്രാക്ട്. മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് രണ്ട് കമ്പനീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. ഓക്കെ, മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മാനേജറിയൽ അസിസ്റ്റൻസിനോ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സ്പെർട്ടൈസിനോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പറയുന്നത് സർവീസസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നിട്ട് അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് നടത്തുകയാണ്. അതാണ് ഈ മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ലൈക്ക് സ്കൂൾസ്, സ്പോർട്സിന്റെ ഫെസിലിറ്റീസ് ഇങ്ങനെ വരുന്ന കാര്യങ്ങളിൽ രണ്ട് ഫേംസും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ വരില്ല. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്യും ഞങ്ങൾ ഇത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതാണ് മാനേജ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് ഫേംസ്, അതായത് ഫേംസിന്റെ റിസോഴ്സസും അതിന്റെ ഏരിയസ് എന്നുള്ളതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എക്സ്പോസസ് വന്നിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് തന്നെ. പിന്നെ അതേപോലെ തന്നെ ഇതിലൂടെ നമുക്ക് ഗെയിനിങ് എക്സ്പീരിയൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഒരു ഇന്റർനാഷണൽ ട്രാൻസ്ഫറിന് വന്നിട്ടും അതേപോലെ തന്നെ നോളേജ് ടെക്നോളജിക്കലിനെ എല്ലാം വന്നിട്ട് ഒരു ഇന്റർനാഷണലൈസേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഇതിൽ കുറവാണ് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്. ദെൻ നമ്മളുടെ ലാസ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് മോഡാണ്. ഇൻവെസ്റ്റ്മെന്റ് മോഡിൽ നമുക്ക് വരുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയല്ലേ. സോ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെൻ ആൻ ഇൻവെസ്റ്റർ ബേസ്ഡ് ഓൺ വൺ കൺട്രി അക്വയർ ആൻഡ് അസറ്റ്സ് ഇൻ ടു ദ അനദർ കൺട്രി. അതായത് ഈ കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡയറക്ട്ലി നമ്മൾ ചെയ്യുന്നതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് FPI ആണ്. FPI എന്ന് പറയുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ അസറ്റ്സ് ഓഫ് ആൻ എന്റർപ്രൈസ് ബേസ്ഡ് ഓൺ ദ വൺ കൺട്രി ബൈ ദ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിലൂടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മളുടെ FPI എന്ന് പറയുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ, ഒരു കൺട്രിയിൽ നിന്ന് ഇന്നൊരു കൺട്രിന്റെ ബേസിസിൽ നമ്മൾ ഫോറിനിലൂടെ മറ്റൊരു വ്യക്തി മൂലം നമ്മൾ ചെയ്യുന്നതിനെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.